നമ്മൾ മൗനത്തെ കാണുന്നത് ഒരു അഭ്യാസമായിട്ടാണ്. ഒരു സമയത്ത് സംസാരിക്കാതെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. ഇത് മൗനത്തിലേക്കുള്ള ഒരു വഴി മാത്രമാണ്. മൗനത്തിന് മറ്റൊരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ആഴങ്ങളിലേക്ക് പോയിട്ട് അതിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക എന്നത്. നമ്മൾ പലതും കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിനെ കാണുകയും കേൾക്കുകയും അറിയുകയും മാത്രം ചെയ്യുക. അവിടെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മൗനത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമുക്ക് ചുറ്റും കാറ്റിൻ്റെ ഒരു ശബ്ദമുണ്ട്. ഇലകൾ അനങ്ങുന്നുണ്ട്. ശ്വാസം നമുക്ക് എടുക്കാൻ കഴിയുന്നുണ്ട്. ഇതിനെ കാണുകയും കേൾക്കുകയും മാത്രം ചെയ്യുക. ഒന്നിനെയും നമ്മൾ വിലയിരുത്തുന്നില്ല, താരതമ്യം ചെയ്യുന്നില്ല, വിധി കൽപ്പിക്കുന്നില്ല. ഈ സമയത്ത് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് മൗനത്തിൻ്റെ ആ ഒരു സാന്നിധ്യമാണ്. മൗനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ട. ശ്രമം എന്ന് പറയുന്നത് ഒരു ശബ്ദമാണ്. ഈ മൗനം നേരത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഒരു കുഞ്ഞായിരിക്കുമ്പോൾ നമ്മൾ മൗനത്തിലാണ്. അവിടെ നമ്മൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അതിനെ കാണുകയും കേൾക്കുകയും മാത്രമാണ് ചെയ്യുന്നത്. വളരുമ്പോൾ വളർച്ചയ്ക്കിടയിൽ ചിന്തകളും ആശങ്കകളും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു. ഈ ചിന്തകളും ആശങ്കകളും നിറയുമ്പോൾ അത് മൗനത്തെ മറയ്ക്കുന്ന ഒരു കാർമ്മികമാണ്. നമ്മുടെ ഉള്ളിലുള്ള ചിന്തകളും ആശങ്കകളും അടങ്ങണം. അതിനെ നമ്മൾ സമാധാനപ്പെടുത്തണം. അപ്പോൾ വാക്കുകൾക്ക് അതീതമായിട്ടുള്ള ഒരു ശാന്തത നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. അതും മൗനമാണ്. ചിന്തകളെ നമ്മൾ പിടിച്ചു വയ്ക്കണ്ട. അതിനെ കടന്നു പോകാൻ അനുവദിക്കണം. അതിനെ വെറും ഒരു കാഴ്ചക്കാരനായിട്ട് കാണും. അപ്പോൾ നിശബ്ദമായ ഒരു സാക്ഷി ഭാവമാണ് മൗനമെന്ന് പറയുന്നത്. മൗനത്തെക്കുറിച്ച് പുസ്തകങ്ങൾ വായിച്ച് അറിയുന്നതും പ്രഭാഷണങ്ങളിലൂടെ അറിയുന്നതും അത് ഒരു വഴികൾ മാത്രമാണ്. ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരണം. ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് വന്ന ഒരു ശിഷ്യൻ ചോദിച്ചു, മൗനം എന്താണ്? എനിക്ക് മൗനം പഠിക്കണം. ഗുരു ശിഷ്യനെയും കൊണ്ട് ഒരു കാടിൻ്റെ അരികിലേക്ക് ചെന്നു. ആ സമയത്ത് അവിടെ പക്ഷികളുടെ ശബ്ദമുണ്ടായിരുന്നു, കാറ്റിൻ്റെ ശബ്ദമുണ്ടായിരുന്നു, വെള്ളം വീഴുന്നതിൻ്റെ ശബ്ദമുണ്ടായിരുന്നു. ഗുരു ശിഷ്യനോട് ചോദിച്ചു, നീ എന്താണ് കേൾക്കുന്നത്? ശിഷ്യൻ പറഞ്ഞു, ഞാൻ ഈ ശബ്ദങ്ങളാണ് കേൾക്കുന്നത്. ഗുരു ശിഷ്യനോട് പറഞ്ഞു, നീ സ്വസ്ഥമായി ശാന്തമായി ഒരിടത്ത് ഇരിക്കുക. ശേഷം നീ നിൻ്റെ കണ്ണുകൾ അടയ്ക്കുക. ഗുരു പറഞ്ഞതുപോലെ ശിഷ്യൻ ചെയ്തു. ആ സമയത്ത് ശബ്ദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ ശബ്ദങ്ങൾ
ശിഷ്യനെ സ്പർശിച്ചില്ലേ? അല്പനേരം കഴിഞ്ഞ് ശിഷ്യൻ കണ്ണു തുറന്ന് ഗുരുവിനോട് പറഞ്ഞു, ശബ്ദങ്ങൾ ഉണ്ട്, പക്ഷെ അത് കടന്നു പോകുന്നവയാണെന്ന് ഞാൻ അറിഞ്ഞു. ആ ശബ്ദങ്ങൾക്കിടയിൽ ഒരു നിശബ്ദത അനുഭവിച്ചു. ഗുരു പറഞ്ഞു, ശിഷ്യ, അതാണ് മൗനം. നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ടും ഈ നിമിഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഈ നിമിഷം വരുന്ന എല്ലാത്തിനെയും നമ്മൾ അതേപോലെ സ്വീകരിക്കുമ്പോൾ, അതുമായിട്ട് നമ്മൾ അലിയുമ്പോൾ, അവിടെ മൗനത്തിൻ്റെ ഒരു സാന്നിധ്യമുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ നമുക്കായിട്ട് ഒരുക്കി കൊടുക്കുമ്പോൾ, ഓരോ ശ്വാസത്തിലും ഓരോ നിമിഷത്തിലും ഓരോ ചുവടിലും നമുക്ക് ആ മൗനം അനുഭവിക്കാൻ കഴിയും. അതിന് നമുക്ക് കഴിയട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ